തകഴി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് കോട്ടക്കൊത്തളങ്ങൾ തകർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്ത ആരുടെയും പതാക കൊടി ഉയർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടനാട്ടിലെ വരമ്പത്ത് നിന്നുകൊണ്ട് ഒരു കാലത്ത് ഇൻഖിലാബ് സിന്ദാബാദ് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം മാത്രമുള്ള കഴിവ് അവിടെ അവർ വിളിച്ചു പറഞ്ഞു. ഒരാഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞു, ചേട്ടാ നമ്മളെ തൊടിയിക്ക് പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് 2ാം സ്ഥാനത്തെത്താൻ പറ്റി. അതേവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റി. നമ്മൾ വികസിക്കുകയാണ്, കുതിച്ചുയരുകയാണ്. കേരളത്തിൽ മാറ്റമുണ്ടാകും, ഒരു സംശയവും വേണ്ട. കാരണം കേരളത്തിൽ ഈ മണ്ണം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ പ്രത്യയശാസ്ത്രത്തിന് യോജിച്ച മണ്ണല്ല. ഇത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും TK മാധവനും മന്നത്ത് പത്മനാഭനും അതുപോലുള്ള നിരവധി ആചാര്യ ശ്രേഷ്ഠന്മാരും സാമൂഹിക സാംസ്കാരിക പരിഷ്കർത്താക്കളും ഒക്കെ തപസ്സനുഷ്ഠിച്ച പ്രവർത്തിച്ച അവരുടെ കർമ്മനിരതമായ പ്രവർത്തനത്തിലൂടെ ധന്യമാക്കിയ മണ്ണാണ്. ഇവിടെ സംഘർഷത്തിന്റെയും കൊലപാതകത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും സംസ്കാരമല്ല ഈ കേരളത്തിന്റെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് പ്രസ്ഥാനം കെട്ടിപ്പടുത്തപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ 2 കൈയും ഉയർത്തി സ്വാഗതം ചെയ്തു. അത് 70 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് പുന്നപ്പുറ വയലാറിലുമൊക്കെ സമരം നടത്തി, പ്രക്ഷോഭം നടത്തി. പാവപ്പെട്ട കർഷക തൊഴിലാളികൾ വിചാരിച്ചത് ഈ ഭൂമി ഞങ്ങൾ കൊയ്യും, വയലെല്ലാം ഞങ്ങളുടേതാകും, പൈങ്കിളിയെ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് ഇതൊക്കെ ഇപ്പോൾ കിട്ടിക്കളയും. ഈ കേരളത്തിൽ നമുക്ക് ഒരു തൊഴിലാളി വർഗാധിപത്യം ഉണ്ടാകും, നമുക്കൊക്കെ കിടക്കാൻ ഭൂമി തരും, കൃഷി ചെയ്യാൻ പാടശേഖരങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഇവർക്ക് അധികാരം കിട്ടിയാൽ നേതാക്കന്മാർ അതൊക്കെ വാങ്ങിച്ചു തരും എന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ട് ആ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ ചാവേറുകളാക്കി കയ്യിലൊരു വാരിക്കുന്തവും കൊടുത്ത് നിററോക്കിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ എന്ത് പറയും? ഇപ്പോൾ അവരൊക്കെ മുതലാളിമാർ. ജന്മിത്വത്തിനെതിരെ, ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും വർഷം 70-60 കഴിഞ്ഞപ്പോൾ അധികാരം കിട്ടി, അധികാരത്തിന്റെ എല്ലാ മധുരവും അവർ നുണഞ്ഞ് സുഖിമാന്മാരായി കഴിഞ്ഞപ്പോൾ അവരൊക്കെ വലിയ മുതലാളിമാരായി. ഇന്നവർ ജന്മിത്വത്തിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല. മൂന്നാറിലൊക്കെ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി സ്വന്തമാക്കി. എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കാണ്. ഇപ്പോൾ വലിയ വീരസ്യം പറഞ്ഞ് CPIയുടെ സംസ്ഥാന സമ്മേളനം നടത്തി വലിയ ആദർശവാദികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് പോയ CPIയുടെ നേതാക്കന്മാരുണ്ടല്ലോ. മൂന്നാറിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഉളച്ചെടുത്ത് കൈവച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ പിടിപ്പുകേട് കൊണ്ടാണ് 7000 ഏക്കർ വനഭൂമി പൊന്തൻപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെന്റിന് അവകാശപ്പെട്ട ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടാൻ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് CPIയുടെ നേതാക്കന്മാരാണ്. അവരാണ് ഇവിടെ ഈ മലപ്പുറത്ത് ഇപ്പോൾ സംസ്ഥാന സമ്മേളനമൊക്കെ നടത്തിയത്. വലിയ ആശയവും ആദർശമൊക്കെ പ്രസംഗിച്ചാണ്. ഈ പാവങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആരും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കായൽ രാജാവ് എന്ന് പറയുന്ന മുരിക്കന്റെ ചിത്തിര മാർത്താണ്ഡൻ കായലുകളിൽ കൊണ്ട കൊടികുത്തി ഇൻഖിലാബ് സിന്ദാബാദ് വിളിപ്പിച്ചു. ശരിയാണ്, അന്ന് വിളിച്ചു. പക്ഷേ ആ കർഷക തൊഴിലാളി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ടായി. ഞങ്ങൾ ഈ കൊടികുത്തിയപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്നില്ല. മുരിക്കൻ കായൽ രാജാവിൻ്റെയായിരുന്നു സമരം. ഇന്ന് ആ ഭൂമി മുഴുവൻ ആരുടെ കയ്യിലാണ്? തോമസ് ചാണ്ടി എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയുടെ കയ്യിലാണ് ചിത്തിര മാർത്താണ്ഡൻ കായലൊക്കെ. 100 ഏക്കർ ഭൂമിയുണ്ട്. അവിടെയൊക്കെ മണ്ണിട്ട് നികത്തി വലിയ വൻകിട റിസോർട്ടുകൾ പണിതു കഴിഞ്ഞു. അവിടേക്ക് പോകാൻ, റിസോർട്ടിലേക്ക് പോകാൻ ഈ പാടമൊക്കെ മണ്ണിട്ട് വൻ റോഡുകൾ. ആ റോഡ് ആരുടെ പണം ഉപയോഗിച്ചാണ്? CPI നേതാവ് ഇസ്മയിലിന്റെ പണം. MP ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചാണ്.
PJ കുര്യൻ എന്ന് പറയുന്ന MP-യുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. അപ്പൊ ഈ പാടശേഖരങ്ങളൊക്കെ നികത്തുക, മണ്ണിട്ട് നികത്തുക. അപ്പോൾ ആ ചിത്തിര മാർത്താണ്ഡൻ കായൽ നികത്തി തങ്ങൾക്ക് കൃഷി ചെയ്യാൻ 2 ഏക്കർ 3 ഏക്കർ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കൊടികുത്തി മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത ആ പാർട്ടി സഖാക്കൾ അവരിപ്പോൾ എന്ത് പറയും? തോമസ് ചാണ്ടിക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ സമാധാനമായി. മുരിക്കനെതിരായി സമരം ചെയ്തവർ, മുരിക്കന്റെ കായൽ മുഴുവൻ സ്വന്തമാക്കി കൈവശപ്പെടുത്തിയിരിക്കുന്ന തോമസ് ചാണ്ടിക്ക് വേണ്ടി ഇന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് സംഭവിച്ചു പോയ ചുതി, ജീർണത, അപജയം, നാശം എത്രത്തോളം നമ്മുടെ കേരളത്തിന്റെ സ്ഥിതിയാണ് ഇപ്പോൾ. ഇന്ന് പാവങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മിച്ചഭൂമി അത് മുഴുവൻ വീതിച്ച് ഇവിടത്തെ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരമുഖങ്ങളിൽ ഇന്ന് ചെങ്കൊടികളില്ല. ഇന്ന് അവിടെയൊന്നും ചെങ്കൊടി കാണാനില്ല. ഇനിയെങ്കിലും ആ ചിന്താവാദം വിളിക്കാനാവില്ല. അരിപ്പ സമരം, അരിപ്പ എന്ന് പറയുന്ന സ്ഥലം, അവിടെ 150-200 മിച്ചഭൂമി, അവിടെ പാവങ്ങൾ കുതിലി കെട്ടി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഭൂരഹിതരായി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുടിലുകൾ കെട്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങറ, അവിടെ ഈ ഭൂരഹിതർ 5000-ഓളം വരുന്ന പാട്ട കാലാവധി കഴിഞ്ഞ ഹാരിസന്റെ സ്ഥലം കയ്യേറി അവർ 3 ഏക്കർ 2 ഏക്കർ 1 ഏക്കർ കൃഷി ചെയ്ത് ഇന്ന് കുടിലുകൾ കെട്ടി അവർക്ക് ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരമുഖത്ത് മാർക്സിസ്റ്റ് പാർട്ടിയില്ല, ചെങ്കൊടി അവിടെ കാണാനില്ല. ആ പാവങ്ങൾക്ക് വേണ്ടി അവർക്ക് ഭൂമി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരോടൊപ്പം ഇന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ കേരളത്തിൽ അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടി, തൊഴിലിനും പാർപ്പിടത്തിനും വേണ്ടി ഇന്ന് സമരമുഖത്ത് നിന്നുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി വീറോടെ വാദിക്കുകയും അവർക്കത് നേടിയെടുത്ത് കൊടുക്കാൻ വേണ്ടി അതിതീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും അധികം ജനപ്രതിനിധികളുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും അധികം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധികളുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും അധികം സ്ത്രീ ജനപ്രതിനിധികളുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും അധികം യുവാക്കൾ ജനപ്രതിനിധികളായി നിരവധി ജനപ്രതിനിധി സഭകളിലേക്ക് തെരഞ്ഞെടുത്തയച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഭാരതത്തിൽ 83-84% സ്ഥലങ്ങളിൽ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് കോൺഗ്രസ് 4 സംസ്ഥാനങ്ങളിലൂടെയും 4 സംസ്ഥാനങ്ങളിലായിട്ട് ഒരു പ്രാദേശിക പാർട്ടിയായി സ്ഥിരീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ വരണം. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കാണണമെങ്കിൽ കേരളത്തിൽ വരണം. ഈ കുറെ നാളുകളും കൂടി കഴിഞ്ഞാൽ ചെങ്കൊടി കാണണമെങ്കിൽ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടി വരും. അവിടുത്തെ ഗാർഡ് ട്രെയിൻ വിട്ടു പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ ഉയർത്തി കാണിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു കൊടിയായി ചെങ്കൊടി മാറും. കേരളത്തിലെ ജനങ്ങൾ വെറുതെ കേരളത്തിൽ എന്ത് വികസനമാണ്? ഈ കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ ആരെങ്കിലും കേരളത്തിലൊരു പുതിയ വ്യവസായമുണ്ടോ? ഇല്ല. കേരളത്തിലുള്ള വ്യവസായങ്ങളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു കയർ ഫാക്ടറി ഇല്ല. എല്ലാ കയർ ഫാക്ടറിയും കേരളത്തിൽ കശുവണ്ടി ഫാക്ടറി 800 700 പൂട്ടി. 3 ലക്ഷം തൊഴിലാളികൾക്ക് ഇന്ന് പണിയില്ല. കേരളത്തിൽ ഏത് ഫാക്ടറികളാണ് നല്ല രീതിയിൽ നടക്കുന്നത്? ഉണ്ടായിരുന്ന എല്ലാ ഫാക്ടറികളും പൂട്ടിയില്ല. കുണ്ടറയിലുണ്ടോ? അരണ്ട് ഫാക്ടറി, പുനലൂർ പേപ്പർ ഫാക്ടറി ഉണ്ടോ? എല്ലാം പൂട്ടുക. കേരളത്തിൽ ഫാക്ടറികൾ ഒക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോകട്ടെ, അവിടെ പുതിയ പുതിയ ഫാക്ടറികൾ രംഗപ്രവേശം ചെയ്തുകൊണ്ട് അവിടെയുള്ള യുവാക്കൾക്ക്, തൊഴിൽ രഹിതർക്ക് ഒക്കെ ജോലി കൊടുത്ത് എത്ര എത്ര സമ്പന്നമാണ് ആ സംസ്ഥാനങ്ങൾ.
കേരളത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊല്ലും കൊലയുമായിട്ട് നടക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ധരിക്കുന്ന കക്ഷിയാണ്. എത്രയെത്ര കൊലപാതകങ്ങൾ. സമാധാന ചർച്ച നടത്താൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ശരി, ഒരു കൊലപാതകം നടന്നു, അവിടെ പോയി അന്വേഷിക്കാനൊന്നും സമയമില്ല. മധു എന്ന് പറയുന്ന ആദിവാസി യുവാവ് പട്ടിണി കൊണ്ടാണ്. കഴിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അദ്ദേഹം ചില സ്ഥലങ്ങളിൽ കയറി അല്പം ആഹാരത്തിനുള്ള വക എടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെയൊരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടുണ്ടായി? ആ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാൾ കടകളിൽ കയറി. പക്ഷെ അയാൾ കയറി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പണപ്പെട്ടി എടുത്തിട്ടില്ല. ആയിരക്കണക്കിന് രൂപ ഉള്ള പണപ്പെട്ടിയിൽ തൊട്ടിട്ടില്ല, ക്യാഷ് ബോക്സിൽ തൊട്ടിട്ടില്ല. എടുത്തത് ഒരു പിടിയാണ്, ഒരു ഐസ്ക്രീം. ഒന്ന് തിന്നണമെന്ന് തോന്നി ആ ഐസ്ക്രീം എടുത്തു, ഒന്ന് കഴിച്ചിട്ടുണ്ട്. ശരിയാണ്. ഇതാണോ വലിയ മോഷണം? ഇനി മോഷ്ടിച്ചുവെങ്കിൽ ഇരിക്കട്ടെ, പോലീസിന്റെ കേസിൽ രജിസ്റ്റർ ചെയ്യട്ടെ. പട്ടിണി കൊണ്ട് ആരാരും തിരിഞ്ഞു നോക്കാണ്ട് അത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ മനസാക്ഷി ഉള്ള ഒരാൾ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അടിയും ഇടിയും തൊഴിയും ഒക്കെ ഏറ്റ് നിലംപരിശായപ്പോഴും അല്പം കുടിക്കാൻ വെള്ളം തരണേ എന്ന് ചോദിച്ച ആ ചെറുപ്പക്കാരന്റെ കരണക്കുറ്റിക്കിട്ട് വീണ്ടും അടിച്ച് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് അയാളുടെ തലയിൽ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് മനുഷ്യത്വരഹിതമാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയതാരാണ്? നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി. നമ്മുടെ നാടിന്റെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ നേർക്കാഴ്ചയാണ്. ഒരു ഉദാഹരണമാണ്. എത്ര ഇതുപോലെ മധുമാറുണ്ട്. അട്ടപ്പാടിയിൽ നടക്കുന്ന ഇത് 53ാമത്തെ 60ാമത്തെ ആണെന്നാണ് അവിടെ ആളുകൾ പറയുന്നത്. ചില പറയുന്ന 60ാമത്തെ കൊലപാതകം. ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന ഒന്നിനെ കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല. ശരിയാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൊലപാതകങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അന്ന് ചോദ്യം ചെയ്യാൻ കരുത്തുണ്ടായിരുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിശബ്ദത പാലിച്ചു. പക്ഷെ മധു കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ പ്രദേശത്തേക്ക് കടന്നിറങ്ങിച്ചെന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ചോദിച്ചാൽ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇതിനെതിരെ ശബ്ദമുയർത്തി സെക്രട്ടേറിയറ്റ് പടിക്കൽ 24 മണിക്കൂർ ഉപവസിക്കാൻ തയ്യാറായത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിഭജന വിഭാഗമായ യുവമോർച്ച ഏതാണ്ട് 4000 കിലോ അരി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും സംഭരിച്ച് മിനിഞ്ഞാന്ന് അവിടുത്തെ ഊരുകളിൽ കൊണ്ട് കൊടുത്തു. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അത് ചെയ്യുന്നത്? പാവങ്ങളുടെ പടത്തരവൽ എന്ന് പറയുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞോ? 3000 കിലോ എന്ന് പറയുന്ന വലിയ മഹാകാര്യമൊന്നും അല്ലായിരിക്കാം. പക്ഷേ വിശക്കുന്നതിന് ആഹാരം കൊടുക്കണം എന്ന പ്രാഥമികമായ തത്വം നടപ്പിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞോ? ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞുള്ളൂ. ഇന്നും അവിടെ നമ്മുടെ ആശുപത്രിയാണ് അവിടെ ഉള്ളത്. അവരെ ചികിത്സിക്കാൻ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ അട്ടപ്പാടി. ആ ഡോക്ടർമാർ അവർ സേവനമനുഷ്ഠിക്കുക. ഇവിടുത്തെ ഗവൺമെന്റ് വിചാരിച്ചിട്ട് പോലും നടക്കാത്തൊരു കാര്യം. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ അട്ടപ്പാടിയിൽ എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ അട്ടപ്പാടിയിലെ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാൻ ധാരാളമുണ്ട്. സേവന സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ വായിച്ചു കാണും. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി കഴിഞ്ഞ 17 വർഷക്കാലത്തിനിടയിൽ ഗവൺമെന്റ് ചെലവഴിച്ചിരിക്കുന്നത് 20,000 കോടി രൂപയാണ്. 20,000 കോടി രൂപ 17 വർഷം, 2001 മുതൽ ഈ 2017 വരെ 20,000 കോടി രൂപയാണ്. എന്നിട്ടാണ് മധു കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, കയറിക്കിടക്കാൻ ഒരിടമില്ല, ചെയ്യാനൊരു തൊഴിലില്ല. നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവരെ പിടിച്ചു കൊല്ലുന്ന, ചവിട്ടിക്കൊല്ലുന്ന, അടിച്ചു കൊല്ലുന്ന നാട്. ഗർഭസ്ഥ ശിശുവിനെയാണ് കോഴിക്കോട് കോടഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്
മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തൊഴിച്ച് ചവിട്ടി ആ ഗർഭസ്ഥിനെ കൊന്നു. മനുഷ്യത്വമുള്ള കാര്യം, മനസ്സാക്ഷിയുള്ളവർ ആർക്കെങ്കിലും ഇത് സഹിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? പൊറുക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരിക്കലും. എത്രയെത്ര സംഭവങ്ങൾ ഈ കേരളത്തിൽ ഇതേവരെ നടന്നിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? പരിമലയിൽ എറിഞ്ഞെറിഞ്ഞാണ് വെള്ളത്തിലേക്ക് ആത്മരക്ഷാർത്ഥം എടുത്ത് ചാടിയ 3 വിദ്യാർത്ഥികളെ എറിഞ്ഞ് കൊന്നു. വെട്ടിക്കൊല്ലുന്നു, ചവിട്ടിക്കൊല്ലുന്നു, എറിഞ്ഞു കൊല്ലുന്നു, ബോംബെറിഞ്ഞു കൊല്ലുന്നു, ചുട്ടുകൊല്ലുന്നു. പാലക്കാട് 2 പേരെ ചുട്ടു. ഗർഭസ്ഥ ശിശുവിനെ ചവിട്ടിക്കൊല്ലുന്നു. എന്താണ് നമ്മുടെ കേരളത്തിൽ? കേരളം എങ്ങോട്ടേക്കാണ്? ഈ കേരളത്തിൽ ഒരു മാറ്റമുണ്ടായേ മതിയാവും. തീർച്ചയായും ഒരു മാറ്റമുണ്ടാകും. ഇവിടുത്തെ സമാധാനകാംക്ഷികളായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നു, സമയം വളരെ വൈകി. ഈ ബൂത്തിലുള്ള ഇവിടുത്തെ സമ്മതിദാനം, ഇവിടുത്തെ ജനം തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഉണ്ടാകും എന്നെനിക്ക് ഉറച്ച വിശ്വാസം. ഈ ബൂത്ത് അടുത്ത ബൂത്തിന് മാതൃകയാവട്ടെ. അടുത്തുള്ള എല്ലാ ബൂത്തുകളിലേക്കും ഈ ബൂത്തിൽ നിന്നും പ്രവർത്തകർ പോയി അവിടെയും ഒക്കെ BJPയുടെ അതിപ്രസരമുണ്ടാകും, വ്യാപനമുണ്ടാകും, എല്ലായിടത്തേക്കും പ്രസരിക്കട്ടെ. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് വേണ്ടി എത്രയെത്ര ജനപ്രിയങ്ങളായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുന്നിട്ടിറങ്ങി അവർക്കൊക്കെ അത് വാങ്ങിക്കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. എല്ലാ വീട്ടിലും നമ്മുടെ മോഡി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. പെൻഷൻ പദ്ധതികളുണ്ട്, ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, എത്രയെത്ര പദ്ധതികളാണ്. ഒരു ദിവസം 1 രൂപ കൊടുത്ത് ഉള്ള 330 രൂപ അടച്ചാൽ ഉള്ള പദ്ധതിയുണ്ട്. ഒരു മാസം 1 രൂപ, അങ്ങനെ ഒരു വർഷം 12 രൂപ പദ്ധതിയുണ്ട്. നമുക്കൊക്കെ ചെയ്ത് വെക്കാം. എന്തെങ്കിലും അപകടം ഉണ്ടായാലും 2 ലക്ഷം രൂപ ഒക്കെ കിട്ടാൻ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്, പെൻഷൻ സ്കീമുകളുണ്ട്, ലോൺ സ്കീമുകളുണ്ട്, മുദ്രാ ലോൺ, എത്രയോ സ്കീം. ഒരു പക്ഷേ ബാങ്കിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറഞ്ഞേക്ക് ഇങ്ങനെ ഇവിടെ ഒരു മുദ്രയില്ല, ഒരു ലോണും ഇല്ല, ഒരു ഏർപ്പാടും ഇല്ല. അതൊക്കെ പോയി ചെന്ന് മോഡിയോട് ചോദിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിലെ ആൾക്കാരാണ് അവരെ ഈ ബാങ്കിൽ പറഞ്ഞു. അവർ നിസ്സാരപ്പെടുത്തും. ഇതൊന്നും ചെയ്ത് കിട്ടാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവർ പറഞ്ഞു. നമ്മളതൊന്നും വകവെക്കണ്ട. മോഡി സർക്കാർ അദ്ദേഹം മുദ്രാ ലോൺ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും, പെൻഷൻ സ്കീമുകൾ നടപ്പിലാക്കാൻ, സുകന്യാ പദ്ധതി. നമ്മുടെ പെൺകുട്ടികൾക്ക് എത്ര രൂപ നമ്മൾ അടയ്ക്കുന്ന, 500 രൂപയാണ്, 1000 രൂപ അടയ്ക്കുന്നെങ്കിൽ മോഡി സർക്കാർ കൊടുക്കും 1000 രൂപ. അവർക്ക് വിവാഹപ്രായം എത്തുമ്പോഴേക്കും 6 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ കൊടുക്കും സർക്കാർ. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിക്കാം എത്ര സ്കീമുകൾ. അതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഈ ബൂത്ത് മാതൃകാ ബൂത്താവണം. എല്ലാ വീട്ടിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു പദ്ധതി നമ്മളിവിടെ നടത്താറുണ്ട്. അങ്ങനെ ഒരു മാതൃകാ ഗ്രാമമായി ഇവിടെ മാറും. നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയണം, മറ്റ് ബൂത്തുകളിലേക്കും കാട്ടിക്കൊടുക്കാൻ, സാധിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെ സമീപ പ്രദേശത്തുള്ള എല്ലാ ബൂത്തുകളും, അങ്ങനെ ഈ പഞ്ചായത്ത് മുഴുവൻ BJPയുടെ സ്വാധീനം വർദ്ധിക്കണം. നമ്മുടെ പഞ്ചായത്തായി മാറണം. ഏത് പഞ്ചായത്ത്? നിലമ്പൂർ. പാണ്ടിക്കാട് പഞ്ചായത്ത്. ഈ പാണ്ടിക്കാട് പഞ്ചായത്ത് നമുക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയണം. ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് എപ്പോഴും കൊലപാതകങ്ങളൊക്കെ നടന്നത് മൂലം ആ ചോരമണക്കുന്ന ത്രിപുരയിൽ അവിടെ സുഗന്ധം പരത്തുന്ന ആ താമര വിരിയിക്കാൻ ഒരു 48-കാരനായ ആ വിപ്ലവകുമാർ ദുബൈക്ക് സാധിച്ചെങ്കിൽ നമുക്കും ഈ ഗ്രാമത്തിൽ ഇതൊക്കെ സാധിക്കില്ല. തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം.
തൻ്റെ ഇടത്തോടെ, ആത്മാഭിമാനത്തോടെ, ആത്മധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ആ മോഡി സർക്കാരിൻ്റെ നിരവധി ജനക്ഷേമ ജനപ്രിയ പദ്ധതികൾ, അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കത്തക്ക നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ നാട്ടിലൊരു മാറ്റമുണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് ആരംഭിക്കാം. ഏതായിരുന്നാലും ഈ വൈകിയ വേളയിലും ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന ആ പരിവർത്തന മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ അതിലേക്ക് നടക്കാൻ പോകുന്ന എല്ലാ സംരംഭങ്ങളിലും പങ്കാളികളായി ഭാരതീയ ജനതാ പാർട്ടിയെ ഉത്തരോത്തരം വിജയിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. നമ്മുടെ ആദ്യം എല്ലാ മോർച്ചകളും ഉണ്ടാകണം, എല്ലാ സെല്ലുകളും രൂപീകരിക്കാമെന്ന് നോക്കണം. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു മാതൃകാ ബൂത്തായി പഞ്ചരത്ന നമ്മൾ 5 പേർ, എല്ലാ വിഭാഗങ്ങളിലും പെട്ട 5 പേർ, അങ്ങനെ വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയണം. അത് മറ്റുള്ളവർക്കും ഒരു ആശയും ആവേശവും പ്രചോദനവും പ്രേരണയും ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. നമുക്ക് എല്ലാവർക്കും ഈ ബൂത്തിന് തന്നെ അഭിമാനമായ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സംസ്ഥാന സ്കൂൾ ചലച്ചിത്രമേളയിൽ സൂര്യകാന്ത് പാടം എന്നുള്ള ഒരു സിനിമയ്ക്ക് 10 അവാർഡുകൾ കിട്ടിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മളെ ഈ ബൂത്തിലെ കൊച്ചു മിടുക്കനായിട്ടുള്ള അജയ് വിഷ്ണുവാണ്. അദ്ദേഹത്തിന് ആ കുട്ടിയെ രാജേട്ടൻ ഷാൾ അണിയിച്ച് അനുമോദിക്കുന്നതാണ്.